ഇതാണ് സാധനം. ഇത് ജസ്റ്റ് സേഫ്റ്റിക്ക് ഞാൻ കൊണ്ടെടുക്കണതാണ് കേട്ടോ. അതേപോലെ തോക്കും. ഒരു മിനിറ്റ്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ ഇതെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറിപ്പോയി. കത്തിരുത്. ഞാനത് കണ്ട അപ്പം തന്നെ ഞാൻ ഡോർ ചവിട്ടി പൊളിച്ച്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങണം കേട്ടോ. അപ്പൊ നമ്മുടെ സൈക്കോ കള്ളനും കള്ളത്തിയും ഇപ്പൊ കുറച്ചു കാലമായിട്ട് പെരുവയിലാണല്ലോ താമസം. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അവർ അവരുടെ വീഡിയോകളിൽ കാണിക്കുന്നത്. രാത്രി ഏതോ കാട്ടിൽ പോയി താമസിക്കുന്ന ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഉണ്ടല്ലോ 2 വർത്താനം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസമായി ഇവർ ഈ പരിപാടി തുടങ്ങി. ഇത് സ്ക്രിപ്റ്റഡ് ആണോ അത് ശരിക്കും പെരുവയിലായതാണോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എനിക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാറില്ല. കുറച്ചു കാലം മുമ്പ് സൈക്കോ കള്ളത്തി ഗർഭിണിയായി കുട്ടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് വെറും സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങൾ. എന്തായാലും ഇപ്പൊ ഇവര് പെരുവയിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ആദ്യം അടിമാലിയിൽ ഉണ്ടായിരുന്ന ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സൈക്കോ കള്ളന്റെ അമ്മമ്മ മരിച്ച സമയത്ത് ഇവർ അമ്മമ്മന്റെ വീട്ടിൽ പോയി. അമ്മയുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നീട് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. എന്നാൽ അവിടെ വെച്ച് ഒരുപാട് മോശം അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായി. സൈക്കോ കള്ളന്റെ അമ്മയുടെ അച്ഛൻ അഥവാ അമ്മച്ചന് ഡിമെൻഷ്യയാണ്. അയാൾ എന്താക്കി സൈക്കോ കള്ളത്തെ കയറി പിടിച്ചു. 1-2 തവണ അങ്ങനെ പ്രശ്നം ഉണ്ടായി. അതിനിടയിൽ സൈക്കോ കള്ളത്തി പ്രഗ്നന്റ് ആയി. പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയി. അവസാനം അബോർഷൻ വരെ സംഭവിച്ചു. അതിന്റെ ഇടയിൽ സൈക്കോ കള്ളന്റെ അമ്മയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ടിപ്പിക്കൽ അമ്മായിമ്മ പോരും മറ്റുമൊക്കെ നടന്നു. അങ്ങനെ ഒടുവിൽ ഇവർക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ ഇവരുടെ കയ്യിലാണെങ്കിൽ 5ന്റെ പൈസയും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ച് പൈസ ഒപ്പിച്ച് കുറച്ച് ദിവസം ഡെയിലി റെന്റിന് റൂം എടുത്ത് താമസിച്ചു. എന്നാൽ കയ്യിലെ പൈസ തീർന്നതോടെ റെന്റിന് റൂം എടുക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഇവർ പെരുവയിലായത്. ഇപ്പൊ കണ്ട കാട്ടിലും പറമ്പിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ് ഇവർ താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് രണ്ടാളും കൂടി ഒരു കാട്ടിൽ പോയിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടോ. ഗൈസ് നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയെങ്കിലും കണ്ടോ ഇപ്പൊ ഇതൊക്കെ തമാശയായിട്ട് മാറി തുടങ്ങി. പക്ഷെ ഇതൊക്കെ കാണുന്ന ഞങ്ങൾക്ക് ഇത് തമാശ ആയിട്ടല്ല തോന്നുന്നത്, വൻ വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ തമാശയായിരിക്കും. അതിനുള്ള ബോധവും വിവരമേ നിങ്ങൾക്കുള്ളൂ. മുട്ടേന്ന് വിരാത്ത പ്രായത്തിൽ ഒളിച്ചോടി കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. ബാക്കി പറഞ്ഞായിരുന്നു. സത്യം പറയട്ടെ, ഇപ്പൊ ഞങ്ങള് സമയം എത്ര റെഡി? ഇപ്പോ സമയം എത്ര അറിയോ? ഞാൻ കാണിച്ചു തരാം. ഇതാ അതിൽ കാണുന്നുണ്ടോ? 1 മണി. 1 മണി. സംഭവം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഡെയിലി റെന്റിന് 1300 വെച്ച് കൊടുത്ത് നിൽക്കായിരുന്നു. അപ്പോ 1300 ഇത്രയും ദിവസം കൊടുക്കാനുണ്ടായിരുന്നു. അതും കയ്യിലുണ്ടായിരുന്നല്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുക. പിന്നെ അതും ആ വരുമാനം ഒന്നും ഇല്ലാണ്ടായി. വരുമാനം ഇല്ലാണ്ടായെങ്കിൽ വേറെ വല്ല പണിക്കും പോടെ ചങ്ങായി. അല്ലാണ്ട് രാത്രി 1 മണിക്ക് കെട്ടിയ പെണ്ണിനെയും കൊണ്ട് കടത്തിണ്ണ നിരങ്ങാനും കാട് കയറാനും നിനക്ക് നാണമില്ല ചങ്ങായി. +2 പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ അവൾ ഇറക്കി കൊണ്ടുവന്നവനല്ലേ നീ. എന്നിട്ട് അവളെ മര്യാദയ്ക്ക് പോറ്റാൻ പോലും കഴിയുന്നില്ലെങ്കിൽ നീ എന്തൊരു തോൽവിയാടാ മോനെ. അവളും കണക്കന്നെ. ഏട്ടായി വിട്ടൊരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കാന്താരി പെണ്ണിന് വയ്യ. ഏട്ടായെ ജോലിക്ക് പോലും വിടൂല. 24 മണിക്കൂർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി. ഇതൊക്കെ എന്താണെന്നറിയോ? പക്വത ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പൊടിക്ക് പോലും പക്വത ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ആരെങ്കിലും ഇങ്ങനെ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് പെരുവയിലൊക്കെ കിടക്കും. ഇനി കിടന്നാൽ തന്നെ അതിങ്ങനെ കണ്ടന്റ് ആക്കും. നാണക്കേടെങ്കിലും ഉണ്ടാവൂല. ഇത് എന്തൊരു ജന്മങ്ങളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുകിൽ ഇവർ 2 പേരും ഭൂലോക തോൽവികളാണ്, അല്ലെങ്കിൽ ഇത് പക്കാ സ്ക്രിപ്റ്റഡ് ആണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇതൊക്കെ ഇവിടെ വന്ന് പറയണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങൾക്ക് പിന്നെ വേറെ ഈ ഒരൊറ്റ ഇതുള്ളൂ. വേറെ ഒരു ഇത് വരാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതുണ്ടോ ഇപ്പൊ ഞങ്ങളിരിക്കുന്നത് ഒരു കാടാണ്. സ്ഥലം ഞങ്ങൾ പറയണില്ല, അതെന്തിലായിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കും, എടി എന്താണ് നിങ്ങൾ പേടിക്കാൻ എന്തിനാ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവളുടെ വീട്ടിൽ പോയി നിന്നൂടെ, എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇവള് പോകണില്ല. ഞാൻ പറഞ്ഞാൽ ഇവളെ വീട്ടിൽ കൊണ്ടാക്കുക, കുറച്ച് ദിവസം ഓള് എന്നെ വിട്ടിട്ട് പോകില്ലാന്ന്. അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അതാ അതെ, അങ്ങനെ പോവാൻ പറ്റൂലല്ലോ. നമ്മളൊരു സർട്ടിഫൈഡ് കാന്താരിയായി പോയില്ലേ, പിന്നെ എങ്ങനെ പോവും? എന്റെ ഏട്ടന് നെഞ്ചത്താണ് എന്റെ വീട്, എനിക്ക് അത് മതി. അതാണ് അവളുടെ ഒരു ലൈൻ എന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിൽ പോകാൻ മടിയുണ്ടെങ്കിൽ കുറച്ചു കാലം വല്ല ഹോസ്റ്റലിലും പോയി നിൽക്ക് പെണ്ണ്. എന്നിട്ട് ഏട്ടായി വല്ല പണിക്കും പറഞ്ഞയക്കും. എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയ വല്ല വാടക വീടും സെറ്റാക്കാൻ നോക്കും. അല്ലാതെ വന്നിരുന്ന് എനിക്ക് അങ്ങനെ ഏട്ടായി ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാസടിച്ച് കഴിഞ്ഞാണെങ്കിൽ കാണുന്നവർക്ക് ചിരിയാണ് വരുന്നത്, സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ശരിക്കും പക്വത ഇല്ലാത്തതാണോ അത് അഭിനയിക്കുകയാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഏട്ടായും കണക്കാണ്, കാന്താരിയും
അവിടെയും കണക്കന്നെ. എന്തായാലും എങ്ങനെ പെർഫെക്റ്റ് മാച്ചിനെ തന്നെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ബാക്കി പറഞ്ഞായാലും അതായത് നീ സംസാരിക്കുന്നേ, നിന്നെ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പലരും പറയുന്നുണ്ട്. പറ. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ മൊത്തം പറയാൻ സമ്മതിക്കില്ല, ഇടയ്ക്കോടെ പറയാനൊന്നുമില്ല. നീ പറ. സംസാരിച്ചോ? ഇതെന്താ വൈബ്രേഷൻ അടിക്കുന്നത്? ഫോണ് വൈബ്രേഷൻ അടിച്ചാണ്. പറ. അങ്ങനെ അല്ല, വീട്ടിൽ പോവാ അതല്ലേ. അപ്പൊ നമുക്കൊരു ഇത്, അതായത് അത്രയും ബെറ്റർ ആയിട്ട് ജീവിച്ച്, അത്രയും കുഴപ്പമില്ലാതെ അടിപൊളിയായി ജീവിച്ച്, ഇപ്പൊ ഞാൻ കാരണം ഇപ്പൊ ഇവളിങ്ങനെ വഴിയിൽ ഇറങ്ങി കിടക്കേണ്ട അവസ്ഥ. അല്ല, എനിക്കങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര ഇതായിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്ന് ഫാനും ഇട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങാം. പറഞ്ഞല്ലോ, ഞാനും എല്ലാം ഒഴിവാക്കിയിട്ടാ വന്നിരിക്കണത്. അപ്പോ എനിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. എനിക്ക് പോകാൻ സ്ഥലമില്ലെങ്കിൽ ഈ എവിടെയും പോയി കിടന്നോ. ഈ ഇപ്പൊ 2 ദിവസം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി കിടന്നാൽ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ ഒരു പെണ്ണിന്റെ കാര്യം എങ്ങനെയാണോ? നീ ഈ കാട്ടിലും മലയിലും ഒക്കെ അവളെയും കൊണ്ട് പോയിട്ട് ഏതെങ്കിലും കിളി പോയവന്മാർ ആ വഴിക്ക് വന്നിട്ട് നിന്നെയും പഞ്ഞു കിട്ടി അവൾ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും? ആ ബോധമെങ്കിലും നിനക്ക് വേണ്ടേ? വലിയ കലിപ്പനല്ലേ നീ? അറ്റ്ലീസ്റ്റ് സ്വന്തം പെണ്ണ് സുരക്ഷിതയാണോ എന്നെങ്കിലും ഉറപ്പ് വരുത്തേണ്ടത് ഒരു കലിപ്പന്റെ ബേസിക് സ്വഭാവ ഗുണമാണ്. അതുപോലെ നിനക്കില്ല. അവൾക്ക് ചിലപ്പോൾ ഏട്ടായി വിട്ട് പിരിയാൻ കഴിയൂല. എന്റേത് പരിശുദ്ധ പ്രണയമാണ്, ചത്താലും ഞങ്ങൾ ഒരുമിച്ചേ ചാവോ എന്നൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷെ നീ ആദ്യം കേട്ട് രോമാഞ്ചം കൊള്ളുകയല്ല വേണ്ടത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കി സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കോ കൊണ്ടു ചെന്നാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നീ വാടക വീടൊക്കെ സെറ്റ് ആക്കിയിട്ട് അവളെ തിരിച്ചു കൊണ്ടു ചെന്നാക്കിക്കോ. വെരി സിമ്പിൾ. അതിന് പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ നിന്നോടൊക്കെ പറയാ? നീ ബാക്കി പറഞ്ഞാലും. എനിക്കറിയില്ല. ഓഫ് ചെയ്തു. നിങ്ങൾക്ക് പലർക്കും ഇത് കാണുമ്പോ ഒരു ഇതായിട്ടൊക്കെ തോന്നാം. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഞാനില്ലേ. ലിറ്റ് അത്രയ്ക്ക് അടിക്കണ്ട, കുറച്ച് കാക്കി അടിച്ചാലും മതി. ഒരു ഈ ഒരു മതി. ഓക്കെ അല്ലേ? എടി സംസാരിക്കേ. ഇരുട്ടായി കഴിഞ്ഞപ്പോ പേടിയായി. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഈ 1300 രൂപ ഡെയിലി കൊടുക്കാനില്ല. അപ്പൊ ഒരു 10-15 ദിവസത്തോളം അവിടെ നിന്നു. 6-ാം തീയതി മുതലാണ് നിൽക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 10,000-10,000 രൂപയോളം അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങി ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു തൽക്കാലം. പിന്നെ അതിന് വകുപ്പില്ലാണ്ടായി. ഇങ്ങോട്ട് നോക്കടി, ഇങ്ങനെ ചുറ്റും നോക്കണതിനാ. ആ വകുപ്പും ഇല്ലാണ്ടായി, മനസ്സിലായോ? അങ്ങനെ ആയ സ്ഥിതിക്ക് അത് നമ്മുടെ ഒരു അഭിമാനം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒന്നുമില്ല. മോനെ, അഭിമാനം എന്നുള്ള വാക്ക് പോലും ഉദ്ധരിക്കാനുള്ള അർഹത നിനക്കില്ല. അത് ആദ്യം മനസ്സിലാക്കി. കെട്ടിയ പെണ്ണിനെയും പെരുവായിലാക്കിയിട്ട് നീ ഇപ്പൊ എന്ത് അഭിമാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ആ പെണ്ണ് ആകെ പേടിച്ചിരിക്കുകയാണ്. അതാണ് ഇടയ്ക്കിടെ ചുറ്റും നോക്കുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. അല്ലെങ്കിലും ഈ ലോകത്ത് വേറെ എവിടെയും ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഇനി അവളെയും വിളിച്ച് കാട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്? കഷ്ടമുണ്ട് മോനെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ പണ്ട് ഒളിച്ചോടിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത്. ഇത്ര തിടുക്കം കൂട്ടി ഒളിച്ചോടിയത് എന്താന്ന് ഞാൻ അന്നേ ചോദിച്ചിരുന്നു. ആ പെണ്ണിന് ആകെ 18 വയസ്സായിട്ടുള്ളൂ, നിനക്കാണെങ്കിലും 21. രണ്ടാൾക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. അവള് പഠിക്കട്ടെ. നീ പഠിക്കുന്നില്ലെങ്കിൽ വല്ല പണിക്കും പോയി പൈസ ഉണ്ടാക്ക്. എന്നിട്ട് പോയി പെണ്ണ് ചോദിക്കും. എന്നിട്ട് പെണ്ണ് തന്നിട്ടില്ലെങ്കിൽ അപ്പം ഒളിച്ചോട്ടത്തെ കുറിച്ച് ആലോചിച്ചാൽ പോരായിരുന്നു എന്ന് അന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ നമ്മളെ പുച്ഛിച്ചു. നമ്മളെ മാത്രമല്ല വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ പുച്ഛിച്ചു. വിദ്യാഭ്യാസം കൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കാനും ജീവിക്കാനും വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രണ്ടാളുടെയും കാട്ടിക്കൂട്ടൽ കണ്ടാൽ വിദ്യാഭ്യാസത്തിന് കുറവ് നല്ലോണം അറിയാണ്ട്. ബാക്കി പറഞ്ഞാലും എന്നാ കൂടി ഒരാളെ ആശ്രയിക്കുക ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. റോഡ് സൈഡെങ്കിൽ റോഡ് സൈഡ്, ബസ് സ്റ്റാൻഡെങ്കിൽ ബസ് സ്റ്റാൻഡ്. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പടച്ചോനുണ്ട്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ വരും. ആ ഒരു ഉറപ്പുണ്ട് കേട്ടോ. വേറൊരു സംഭവം ഉണ്ടായി, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അത്രയും ബാഡ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പലർക്കും ചിലപ്പോൾ അത് എന്തിനാണ് പിന്നെ ഇത്ര റിസ്ക് എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് തോന്നും. ഇവള് പോവില്ല, മനസ്സിലായി? ഇവള് ആ വീട്ടിൽ പോവില്ല മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ അവിടെ പോയി നിന്ന് എനിക്ക് ചോറും കറിയും നിന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിൽ ആ വീട്ടിൽ പോയി നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മടി കാരണം മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുത്ത് നിൽക്കുവാണ്. ഇപ്പൊ ഞങ്ങളൊരു കാടല്ല, റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ ഇത് കൂടെ വണ്ടിയൊന്നും പോയില്ല, വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളിപ്പോ റോഡ് സൈഡിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നീ പറ, ആൾക്കാരെങ്ങനെ നോക്കണത്?
പറ. എന്താണ് ആൾക്കാർ ഒരുമാതിരി നോക്കും, എന്തൊരുമാതിരി പറയാൻ തന്നെ ഉള്ളത്. ഒരുമാതിരി നോക്കിയിട്ട് അങ്ങ് പോകും. അപ്പൊ ഞാൻ ആൾക്കാര് നോക്കും, സ്വാഭാവികം. പാതിരാത്രിക്ക് ഒരു ആണും പെണ്ണും കടത്തിണ്ണയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ചുറ്റി തിരിയുന്നത് കണ്ടാൽ ആരാരും നോക്കി പോകും. രണ്ട് തരത്തിൽ നോക്കുന്നവരുണ്ട്. ഈ കുട്ടി എന്താണ് ഈ നേരത്ത് കറങ്ങുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആശങ്കയോടെ നോക്കുന്നവരുണ്ട്. വീട്ടിൽ പെൺമക്കളുള്ള അച്ഛനമ്മമാർ ചിലപ്പോൾ അങ്ങനെ നോക്കിന്ന് വരും. കാമുകനൊപ്പം കാട്ടിലും പൊന്തയിലും ഒക്കെ പോയിട്ട് അടുത്ത ദിവസം തന്നെ ആ പെൺകുട്ടിയുടെ മരണ വാർത്ത കേൾക്കേണ്ടി വന്നേ എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആരാരും നോക്കും, ഒന്ന് അന്വേഷിക്കും. നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാൽ ഇപ്പൊ ഇങ്ങനെയുള്ള നോട്ടവും ചോദ്യവും ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ജനുവിനായി അന്വേഷിക്കാൻ ചെന്നാലും സദാചാരവാദികളാക്കുന്ന കാലമായതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പേടിയാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കാണുമ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇവരെയൊക്കെ നിങ്ങൾ പേടിക്കണം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇതൊക്കെ എന്താണെന്നറിയോ, നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. അതാണ് പ്രശ്നം. ബാക്കി പറഞ്ഞാലും ഇതാണ് ഞാൻ പറയട്ടെ, 24 മണിക്കൂറും ഞാൻ എന്റെ വണ്ടിയിൽ തോക്കുണ്ടായിരിക്കും, പിന്നെ ഒരു കത്തിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കത്തി പോലെ തോന്നില്ല, വേറൊരു രീതിയായിരിക്കും. അതുകൊണ്ടാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ സദാചാര മൈൻഡുള്ള ഒരുപാട് പേരുണ്ട്. അവര് നമ്മളെ കുറിച്ച് ഇങ്ങനെ നോക്കി പോകും. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടി പോകണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി അവന്മാര് നമ്മളെ പോകും. അപ്പൊ ഞാൻ അവന്മാരൊക്കെ റോട്ടിൽ കൊടുക്കുന്നവരൊക്കെ തെരുവിടും, ഞാൻ നോക്കിയിട്ട് പോകണം അങ്ങനെയൊക്കെ പറയും. അപ്പൊ ആ ഒരു അവസ്ഥയാണ്, മനസ്സിലായോ? അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഈ വഴിയിൽ കിടക്കുന്നത് അങ്ങോട്ട് ഒഴിവാക്ക്, എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ. അല്ലാതെ തോക്കും കത്തിയും ഒക്കെ കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? എന്റെ കയ്യിൽ തോക്കുണ്ട്, കത്തിയുണ്ട്, ഒരു ആളും എന്റെ പെണ്ണിനെ തൊടില്ല എന്നൊക്കെ മാസമായിട്ട് പറയാന്നല്ലാതെ കാര്യം വരുമ്പോ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ഇനി തോക്കും കത്തിയും ഒക്കെ ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ തോക്കുണ്ടെന്നൊക്കെ ഇവർ വെറുതെ തള്ളുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കത്തി ചിലപ്പോ കയ്യിലുണ്ടാവുമായിരിക്കും, തോക്കിന്റെ കാര്യമൊക്കെ ചുമ്മാ തള്ളി വിടുന്നതായിരിക്കും. ബാക്കി പറഎന്തായാലും അതായത് ഈ ഒളിച്ചോട്ടം കണ്ടിട്ട് ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണ്. ഇതിൽ എന്താണ് ആൾക്കാർക്ക് പറയാനുള്ളത്? ഈ ഇന്റർവ്യൂ കണ്ടിട്ടും, അതായത് ബാക്കിയുള്ളവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നശിച്ചു പോകും, കുട്ടികൾ കണ്ടിട്ട് നശിച്ചു പോകും. ഇപ്പൊ ആരെങ്കിലും നശിച്ചു പോകും, മനസ്സിലായോ? ഈ ബാഡ് സൈഡ് ഞങ്ങൾ ഇവിടെ കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ട് ആർക്കാണ് എന്താണ് അത് കണ്ട് അതൊക്കെ ഒരു പാഠമല്ലേ, മനസ്സിലായോ? റിയൽ ലൈഫ് ഇൻഫ്ലുവൻസർമാര് അതെ, ഇപ്പാണ് ശരിക്കും നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആയത്. അച്ഛനെ തറ്റാതെ ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാം, റിയൽ ലൈഫ് ഇൻഫ്ലുവൻസേഴ്സ്. പക്ഷെ ഇങ്ങനെയൊന്നും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ശരിയാണ്. ഇനി ഇതേപോലെ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ ജീവിതം കണ്ടു കഴിയുമ്പോൾ ഒന്ന് മടിക്കും. മര്യാദക്ക് ജോലിയും കൂലിയും ഒക്കെ ആയിട്ട് മതി കല്യാണവും ഒളിച്ചോട്ടവും എന്ന്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് ആലോചിച്ച് സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ പറയാലേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ ദൈവമേ. ബാക്കി പറന്തായാലും അതായത് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം ഇനി മുതൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഇനി ചെയ്യുന്നില്ല, മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയും, അത് പറയും. അതിൻ്റെതായ രീതിയിൽ ചെയ്യാനും എനിക്ക് നല്ല പോലെ അറിയാം. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? ഞാനിപ്പോ എന്താ പറയാനുള്ളത് അറിയാൻ പറഞ്ഞു, നീ പറഞ്ഞു കേട്ടേന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാതിരിക്കാം. ഈ വീഡിയോ അല്ല, ഇപ്പൊ ലാസ്റ്റ് ഒന്നും വേണ്ട. നിങ്ങൾ പലരും പറയുന്നുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് കൊട്ടക്കണക്കിന് പൈസ ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ട് കാശുണ്ടാക്കിയവനല്ലേ നീ. എന്ത് കാശുണ്ടാക്കി? ഇപ്പൊ ഈ ലാസ്റ്റ് ഇട്ട 2-3 വീഡിയോ അല്ലേ, അതിന്റെ മുന്നേ ഇട്ട വീഡിയോയില് എനിക്ക് യൂട്യൂബിൽ നിന്ന് ജീവിതകാലം മൊത്തം കിട്ടിയ വരുമാനം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ആ വരുമാനം വെച്ചിട്ട് ഒരു ബൈക്ക് പോലും എടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അങ്ങനെ വരുമാനം ഉണ്ടാക്കിയവനാണെങ്കിൽ ഇന്ന് ഈ 1300 റുപ്യ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ 1300 രൂപ കയ്യിലില്ലാണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ട അവസ്ഥ എനിക്ക് പറ്റില്ലായിരുന്നു, മനസ്സിലായോ? സന്തോഷിക്കുന്നവര് സന്തോഷിക്കുക, ഇഴഞ്ഞു വലിഞ്ഞാണെങ്കിലും ഞങ്ങള് ഒരു ദിവസം അതാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഇഴഞ്ഞു വലിഞ്ഞാണെങ്കിലും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയവരെ തിരിഞ്ഞു നോക്കില്ല. ഞങ്ങളുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷിക്കുന്നൊക്കെ. ആര് സന്തോഷിക്കാനാണ് മോനെ? നിങ്ങളുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്നവരാണ് ഇവിടെയുള്ള സൈക്കോകൾ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ കുറച്ച് പേര് എങ്ങനെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഞാൻ എന്തായാലും അങ്ങനെയല്ല. ഒരാൾ കഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാൻ മാത്രം ക്രൂരന്മാരല്ല ഇവിടെ ഉള്ളത്. സന്തോഷമല്ല, സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ സോൻ എന്തോ പറഞ്ഞല്ലോ, ഇഴഞ്ഞ് വലിഞ്ഞ് ജീവിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ആക്കിയവരെ തിരിഞ്ഞു നോക്കില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. നിങ്ങൾ ആരിങ്ങനെ ആക്കിയെന്നാ പറയുന്നത്? ആരും നിങ്ങൾ ഒന്നും ആക്കിയിട്ടില്ല. ഇതെല്ലാം നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. വേറെ ആരുടെയും തലയിൽ കുറ്റം ചാർത്താൻ നിൽക്കണ്ട. മുമ്പും പിമ്പും നോക്കാതെ ഇറങ്ങി പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. വേറെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു ഈ ഒളിച്ചോട്ടമൊക്കെ പ്ലാൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇപ്പൊ വന്നിരുന്ന അഭിമാനം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഇതൊക്കെ കാണുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവർക്ക് 2 പേർക്കും ഈ പെരുവഴി ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. അപ്പം ബൈ.